അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്നുള്ള ചാപ്റ്ററിന്റെ ഷോർട്ട് വീഡിയോ സീരീസിന്റെ സെക്കൻഡ് പാർട്ട്. എന്താണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണികളുടെ പദങ്ങൾ, ടേംസ് എന്ന് പറഞ്ഞാൽ 6, 10, 14 എക്സെട്ര. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. യെസ്, 6, 10, 14 എക്സെട്ര. 6ലേക്ക് 4 കൂട്ടി പോകുന്ന ശ്രേണിയാണ്. അപ്പൊ ഇവിടെ പദങ്ങൾ, ടേംസ് എന്ന് പറഞ്ഞാൽ ഈ 6, 10, 14 ഈ നമ്പേഴ്സ് ആണ് അതിലെ പദങ്ങൾ മക്കളെ. യെസ്, അപ്പൊ എന്താണ് ആദ്യ പദം, എന്താണ് സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം, രണ്ടാം പദം എന്താണ്, മൂന്നാം പദം എന്താണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്, എന്താണ് പൊസിഷൻ, സ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സെറ്റ് ആക്കാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യ പദമാണ് മക്കളെ ഈ 6 അല്ലേ ഫസ്റ്റത്തെ പദം, ഫസ്റ്റ് ടേം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് x1. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര മക്കളെ, 6 ആണ്. x1 ഈക്വൽ ടു 6. x1 പകരമായിട്ട് നമ്മൾ ചില ഇക്വേഷൻസിൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. എഫ് എന്നും എ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ പദമാണ് കേട്ടോ. റെഡി ആണല്ലോ? യെസ്. അപ്പൊ രണ്ടാം പദം എന്തായിരിക്കും, x2, x2. അപ്പൊ 10 ആണ് ഈ ശ്രേണിയിലെ x2 ഈക്വൽ ടു 10. അപ്പൊ 14 എങ്ങനെ എഴുതാം, x3 ഈക്വൽ ടു, മൂന്നാം പദം ഈക്വൽ ടു 14. അപ്പൊ ഇങ്ങനെയാണ് പദങ്ങളെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ 10ാം പദം, 10th ടേം എങ്ങനെ ഡിനോട്ട് ചെയ്യും, x10, x10. 100ാം പദം x100, x100. 25ാം പദം 25th ടേം x25. സെറ്റ് അല്ലേ മക്കളെ? യെസ്, ഇതാണ് പദങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ, ടേംസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് സ്ഥാനം, പൊസിഷൻ എന്നാൽ എന്ത്? യെസ്, ഇവിടെ നോക്കാം മക്കളെ, പൊസിഷൻ, സ്ഥാനം. യെസ്, ഇവിടെ നോക്കുക, ഒന്നാമത്തെ പദമായിട്ടുള്ള 6x1 എന്ന് ഡിനോട്ട് ചെയ്യും. അത് ഒന്നാം സ്ഥാനത്തല്ലേ, ഫസ്റ്റ് പൊസിഷനിലല്ലേ. അപ്പൊ ഈ 1 ആണ് ഇതിന്റെ പൊസിഷൻ. ഈ 6 എന്ന ടേമിന്റെ പൊസിഷൻ 1 ആണ് മക്കളെ. യെസ്, അങ്ങനെയാണെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ മക്കളെ x2 അല്ലേ. അപ്പൊ പൊസിഷൻ എന്താ, രണ്ടാമത്തെ പൊസിഷനിലാണ്, 2 ആണ് അതിന്റെ സ്ഥാനം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. യെസ്, ഇവിടെ 14 എത്രാം സ്ഥാനത്താ, x3 ആണ്. അപ്പൊ ഈ 3 ആണ് അതിന്റെ സ്ഥാനം, പൊസിഷൻ. ഇവിടെ ഞാൻ നോക്കുക, അവസാനം ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എക്സെട്ര 94. അത് എത്രാമത്തെ പദമാണ്, എത്രാമത്തെ സ്ഥാനത്താണ് നമുക്കറിയില്ല. അതിന് നമ്മൾ xn എന്നാണ് എഴുതുക. ഈ n ആണ് ഇവിടെ പൊസിഷൻ, സ്ഥാനം. n എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ്, സ്ഥാനമാണ്. ആ n കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത പാർട്ടുകളിലായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം കൃത്യമായിട്ട് സ്റ്റാർട്ടിങ്ങിലെ ബേസിക് ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. എന്താണ് പദങ്ങൾ, ടേംസ്, അതുപോലെ തന്നെ എന്താണ് പൊസിഷൻ, സ്ഥാനം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോ കോൺസെപ്റ്റുകളും വളരെ കൃത്യമായി ക്ലിയർ കട്ടായിട്ട് ഈ ചാപ്റ്ററിന്റെ ഫുൾ കോൺസെപ്റ്റ് നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോസിലൂടെ പഠിക്കാൻ പോവാണ്. പാർട്ട് 3 വേണമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. ടാറ്റാ.